സംവിധായകൻ ഷാഫിയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത സൂപ്പർഹിറ്റ് ചിത്രമായ മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും മരണത്തിനു കീഴടങ്ങിയത്. ചിത്രത്തിൽ നടി ഭാവനയുടെ കുട്ടിക്കാലം അഭിനയിച്ച നികിത നയ്യാർ എന്ന ആ കുഞ്ഞുമോൾ 15 വർഷങ്ങൾക്കിപ്പുറം 21-ാം വയസ്സിലാണ് അപൂർവ രോഗം ബാധിച്ച് മരിച്ചത്. അമേരിക്കക്കാരനായ അച്ഛൻ്റെയും കപ്പ ടിവിയിൽ ഉദ്യോഗസ്ഥയുമായ അമ്മയുടെയും ഏക മകളാണ് നികിത. മകളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിങ്ങിപ്പൊട്ടിയാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം അവസാനം നോക്ക് കാണുവാനെത്തിയത്. കൊച്ചിയിലെ സെന്റ് തെരേസാസ് കോളേജിൽ BSc സൈക്കോളജി വിദ്യാർത്ഥിനിയും മുൻ ചെയർപേഴ്സണുമായിരുന്ന നികിതയ്ക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞ് 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു നടന്നത്. എന്നാൽ രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നികിതയുടെ ശരീരത്തിന് കഴിഞ്ഞില്ല. പിന്നാലെയാണ് മരണം സംഭവിച്ചത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണമെന്നാണ് നികിത പറഞ്ഞിരുന്നത്. ദിവസങ്ങൾക്കിപ്പുറം 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിൽ എല്ലാം പുഞ്ചിരി തൂകി ജയിച്ചുവന്ന നികിത അവസാനം മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. നികിതയുടെ അവസാന ആഗ്രഹം പോലെ തന്നെ അവളുടെ കണ്ണുകൾ 2 പേർക്ക് ദാനം നൽകുകയും ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. ഇടപ്പള്ളി നേതാജി നഗർ സ്കൈലൈൻ ഓറിയോൺ ടവർ 1-ലായിരുന്നു താമസിച്ചിരുന്നത്. നികിതയുടെ പിതാവ് ഡോണി തോമസ് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ നമിത മാധവൻകുട്ടി. അച്ഛൻ USA-യിൽ നിന്നും എത്തിയപ്പോഴാണ് പൊതുദർശനം നടത്തിയത്. പൊതുദർശന സമയത്ത് മുഴുവൻ കണ്ണീർ കാഴ്ചകളായിരുന്നു അവിടെ നിറഞ്ഞത്. വെള്ള സാരി ഉടുപ്പിച്ച് ഉറക്കത്തിലെന്ന പോലെ മകളെ കിടത്തിയാണ് നികിതയെ പൊതുദർശനത്തിന് എത്തിച്ചത്. എപ്പോഴും ഒരുങ്ങാനും സുന്ദരിയായി നടക്കാനുമൊക്കെ ഏറെ ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു നികിത. അതുകൊണ്ട് തന്നെ നീണ്ട മുടി അഴിച്ചിട്ട് മുഖത്ത് ചായമടക്കം ചെയ്താണ് മകളെ അവസാന നോക്ക് കാണാൻ എത്തിയവർക്ക് മുന്നിലേക്ക് പ്രിയപ്പെട്ടവർ നികിതയെ എത്തിച്ചത്. ആ സമയത്ത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം വിങ്ങിപ്പൊട്ടിക്കരയുകയായിരുന്നു. തങ്ങൾക്ക് മുന്നിൽ ഇത്രയും കാലം ചിരിച്ചും കളിച്ചും നടന്ന ആ കൊച്ചു പെൺകുട്ടി ചേതനയേറ്റ മൃതദേഹമായി കിടക്കുന്നത് കാണുവാനുള്ള മനസാന്നിധ്യം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. നികിതയുടെ കൂട്ടുകാരടക്കം അവളുടെ മൃതദേഹത്തിനരികെ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ് എന്ന രോഗം. കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത്. ഒരു അപൂർവ ജനിതക വൈകല്യമാണിത്. ഈ അവസ്ഥ പതുക്കെ കരളിന്റെ പ്രവർത്തനം മോശമാക്കുകയാണ് ചെയ്യുക. രോഗനിർണയം വൈകുന്നതാണ് മരണകാരണമായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.